Greetings to you all in the mighty and precious name of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹവന്ദനം ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ നോക്കൂ ആരോടും പറയരുതെന്ന വീഡിയോയിൽ അതിനുശേഷം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് കമ്മിറ്റ് ചെയ്തിരുന്നു. ബട്ട് ദെൻ ആ മത്തായി 8-ാം അധ്യായത്തിൻ്റെ തുടക്കം വായിച്ചപ്പോഴാണ് ഈ നോക്കൂ ആരോടും പറയരുത് എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. അതിലേക്കാണ് വഴിപാടിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത്. ലേവ്യ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്ന ആ വഴിപാടിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത്. ആ വഴിപാട് അന്ന് മുതൽ ഇന്ന് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഹി ഹാസ് മെയ്ഡ് ഇറ്റ് ഫുൾ പ്രൂഫ്. ദൈവത്തിൻ്റെ വചനം കലർപ്പില്ലാത്തതും അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഞാൻ വീണ്ടും പറയുന്നു, ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, ഈ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ബട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സ്റ്റാൻഡ് സ്റ്റിൽ. അതിന് മാറ്റം ഉണ്ടാകുകയില്ല. ആൻഡ് ദ ഓൺലി തിങ് വിച്ച് റിമൈൻസ് സ്റ്റിൽ, വിച്ച് റിമൈൻസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ ദൈവവചനം ഏകദേശം 1 മാസത്തോളം ഇറ്റ് ടുക്ക് മീ ത്രൂ ഫ്രം ജെനസിസ് ടിൽ റെവലേഷൻ ടു റിവീൽ ദ ഗ്ലോറി ഓഫ് ദിസ് റെവലേഷൻ. അത് വഴിപാടെന്ന റെവലേഷനെ കുറിച്ചാണ്. ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ പോകുന്നത്. ഞാൻ ഒന്ന് പറയുന്നു, എത്ര സമയത്തിനുള്ളിൽ നിർത്തുമെന്നോ എവിടെ നിൽക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി അണ്ടർ ദ ദ കിങ്ഡം ഓഫ് ഹെവൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും ഫുൾ കൺട്രോളിലുമാണ് സമയം. ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങളും എല്ലാവരും. അപ്പോൾ ഇറ്റ് മേ ടേക്ക് മോർ ടൈം. അങ്ങനെയാണെങ്കിൽ ദിസ് മേ കം ആസ് എ 2-part വീഡിയോ. 2 വീഡിയോ ആയിട്ട് ഒരു പക്ഷേ ഇത് വന്നേക്കാം. എങ്കിലും കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞാനത് സമർപ്പിക്കുന്നു, സോ ദാറ്റ് ഇറ്റ് ഷുഡ് റീച്ച് യു. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. കർത്താവായ യേശു അപ്പച്ചൻ, ജീസസ് ക്രൈസ്റ്റ്, അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ഈസ് ടു ഗുഡ്. ഈസ് ടു ഗുഡ് ടു ബി എക്സ്പീരിയൻസ്ഡ്. ഈസ് ടു ഗുഡ്. എൻ്റെ ഭാഷ ഒരുപക്ഷെ ലോകത്തിലെ ഒരു ഭാഷയും മേ നോട്ട് ബി ഏബിൾ ടു എക്സ്പ്രസ് മൈ ഫീലിംഗ് ടു യു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, 35 വർഷത്തെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും വിളിച്ചു പറയുന്നു, ഹി ഈസ് ടു ഗുഡ് ടു ബി ഇഗ്നോർഡ്. ഹി ഈസ് ടു ഗുഡ് ടു ബി അവോയ്ഡഡ്. ഹി ഈസ് ടു ഗുഡ് ടു ബി നോട്ട് എക്സ്പീരിയൻസ്ഡ്. നിങ്ങളുടെ ജീവിതത്തിലെ സപ്പോസ് ഈ ലോകം മുഴുവൻ നിങ്ങളുടേതാണ്, നിങ്ങളുടെ സ്വന്തമാണ്. യു ഓൺ ദ ഹോൾ കേരള സ്റ്റേറ്റ്. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ പോലും അത് തരാത്ത അനുഭവം, അത് തരാത്ത സന്തോഷം, അത് തരാത്ത സമാധാനം, അത് തരാത്ത അനുഗ്രഹം ഇത് അനുഭവിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. യു ഹാവ് ടു എക്സ്പീരിയൻസ് ദിസ്. യു ഹാവ് ടു വൺസ്. ഞാനതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു, ജീവിതത്തിൽ നിങ്ങൾ ഈ കർത്താവിനെ, ആത്മാവാകുന്ന കർത്താവിനെ നിങ്ങൾ അനുഭവിക്കാതെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിത്യത നഷ്ടപ്പെട്ടു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ബട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതും നിങ്ങൾ എന്നേക്കും നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഹി ഈസ് ടു ഗുഡ് ടു ബി എക്സ്പീരിയൻസ്ഡ്. ഹി ഈസ് ടു ഗുഡ് ടു ബി അവോയ്ഡഡ് ഓർ ഇഗ്നോർഡ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുക, ഈ വചനം എന്നിൽ വെളിപ്പെടുത്തണമേ, കർത്താവെ ഇറങ്ങി വരണമേ, ഞാനൊരിറ്റ് അനുഭവിച്ചോട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതറിഞ്ഞതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇത്ര വലിയ രക്ഷയെ നിങ്ങൾക്കെങ്ങനെ അത് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയട്ടെ, 89 ഡിസംബർ 17 ഞാൻ അനുഭവിച്ച ഈ മഹത്വം, ഈ ഗ്ലോറി, ഈ തേജസ് ഞാൻ പറയാം. ഒരു മുട്ടുസൂചിയുടെ അറ്റമുണ്ടല്ലോ, ഏറ്റവും സ്മോളസ്റ്റ് മുട്ടുസൂചിയുടെ അറ്റം, അത്രയും പോലും ഇല്ലാതെ ഈ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ അതിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറുത് എൻ്റെ മേൽ 89 ഡിസംബർ 17 വീണ് ഞാനത് അനുഭവിച്ച ആ അനുഭവത്തിൽ കഴിഞ്ഞ 35 വർഷമായിട്ട് നിലനിൽക്കുന്ന ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഹി ഈസ് ടു ഗുഡ്. ഹി ഈസ് ടു ഗുഡ്. കർത്താവായ യേശു ക്രിസ്തു നല്ലവൻ, നല്ലവൻ. പിതാവായ ദൈവം നല്ലവൻ, നല്ലവൻ, നല്ലവൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവം നല്ലവൻ. അവനെ അനുഭവിക്കാതെ, അവനെ എക്സ്പീരിയൻസ് ചെയ്യാതെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെടാൻ അനുവദിക്കരുതേ കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പൗലോസിന് വെളിപ്പെട്ടതുപോലെ, ദാനിയേലിന് വെളിപ്പെട്ടതുപോലെ, എഹെസ്കേലിന് വെളിപ്പെട്ടതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ തേജസ്സിൻ്റെ മഹത്വം നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും വെളിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ വചനത്തിന് മുമ്പിൽ നമ്മൾക്കായിരിക്കാം. വഴിപാട് ലേവ്യ 1-ാം അധ്യായത്തിലേക്കാണ് കൊണ്ടുപോയത്. ആ ലേവ്യ 1-ാം അധ്യായത്തിലേക്കുള്ള വഴിപാട് ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന വഴിപാടാണ്. ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന വഴിപാടിന് ലേവ്യ 1 മുതൽ ലേവ്യ പുസ്തകത്തിൻ്റെ 1 മുതൽ ലേവ്യ പുസ്തകത്തിൻ്റെ 1 മുതൽ ലേവ്യ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായമാണ്. എനിക്ക് തെറ്റിപ്പോയി. ലേവ്യ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിൽ പുരോഹിതനാണ് വഴിപാട് അർപ്പിക്കുന്നത്. ഇത് പഴയ നിയമത്തിലെ മാതൃകയാണ്. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്തായിത്തീരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിനു വേണ്ടി ഒരു പുരോഹിതൻ കഴിക്കുന്ന വഴിപാടാണ്. അതിന് മൂന്ന് പാർട്ടുണ്ട്. 1-ാം പാർട്ടിൽ 2 പക്ഷിയെ കൊണ്ടുവരികയാണ്. ആ വചനം ഞാൻ വായിച്ചാൽ അധികം സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ അധികം വായിക്കുന്നില്ല. അതിൻ്റെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. പാളയത്തിന് പുറത്താണ് ചെല്ലേണ്ടത്. കണ്ടാൽ ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷിയെ, പിന്നെ അതിൻ്റെ കൂടെ കൊണ്ടുവരുന്ന ദേവദാരു, ചുവപ്പുന്നൽ, ഈ കാര്യങ്ങളൊക്കെയുണ്ട്. 2 പക്ഷിയെ കൊണ്ടുവരണം. എന്നിട്ട് ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിൽ ഉറവ് വെള്ളത്തിന്മേൽ അർപ്പാൻ കൽപ്പിക്കണം. ഒരു പക്ഷിയെ അറക്കണം. അത് ഒരു മൺപാത്രത്തിൻ്റെ ഉറവ് വെള്ളത്തിന്മേലാണ്, ജലത്തിന്മേലാണ് ഈ യാഗം നടക്കുന്നത്. ശ്രദ്ധിച്ചോണം, ജലത്തിന്മേലാണ് ഈ യാഗം നടക്കുന്നത്. ഉറവ് വെള്ളത്തിന്മീതെയാണ്. ആ മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്മീതയിൽ ഈ പക്ഷി അറക്കപ്പെടുക. ഒരു പക്ഷി അറക്കപ്പെട്ടിട്ട് എന്താ സംഭവിക്കുന്നറിയാമോ? ആ പക്ഷിയുടെ രക്തത്തിൽ ഈ കൊണ്ടുവന്ന വസ്തുക്കൾ ജീവനുള്ള പക്ഷിയെ ഉൾപ്പെടെ മുക്കണം. അപ്പോൾ ഈ പുരോഹിതൻ അർപ്പിച്ച യാഗത്തിൻ്റെ 1-ാം പാർട്ട് കഴിയുകയാണ്. ആദ്യത്തെ പക്ഷി അറക്കപ്പെട്ടു. 2ാമത്തെ പക്ഷി ഈ അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിൽ മുക്കിയിട്ട് അവനെ പുറത്തേക്ക് വിടുകയാണ്. അവനെ ജീവനുള്ളവനായി തന്നെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജലത്തിൻ്റെ മേലൊരു വഴിപാട് കഴിച്ചു. ഈ ജലത്തിൻ്റെ മേലുള്ള വഴിപാടിൻ്റെ ഇത് സാദൃശ്യമാണെങ്കിൽ ഒറിജിനലായിട്ട് പുതിയ നിയമത്തിൽ കർത്താവായ യേശു അപ്പച്ചനും കഴിപ്പിച്ച ഒരു വഴിപാടുണ്ട് ജലത്തിൻ്റെ മേൽ. ആ ജലത്തിൻ്റെ മേലുള്ള വഴിപാട് കഴിച്ച് 2 പക്ഷികളാണ്. ഒന്ന്, ആ അറക്കപ്പെട്ട പക്ഷിയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ ശുദ്ധിയുള്ളവനായി തീർന്നു. നീ മരണത്തെ ജയിച്ചു. നീ ജീവനുള്ളവനായി തീർന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറുകയില്ല. അപ്പോൾ ആ വെള്ളത്തിന്മേലുള്ള വഴിപാട് ഈവൻ കർത്താവായ യേശു ക്രിസ്തു പോലും ആ യോർദാൻ നദിയിൽ അവനത് പൂർത്തീകരിച്ചു. അപ്പോൾ പൂർത്തീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പക്ഷി അറക്കപ്പെട്ടു. ആ അറക്കപ്പക്ഷിയുടെ രക്തം മൂലം നീ വിമോചിക്കപ്പെട്ടു, നീ റിഡീം ചെയ്യപ്പെട്ടു. എന്നിട്ട് നീ ജീവനുള്ളവനായിട്ട് പുറത്തു വരാം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നീ അവനോടുകൂടെ സ്നാനത്തിങ്കൽ മരിച്ച് അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതാണ് 1-ാമത്തെ വഴിപാട്. മനസ്സിലാകുന്നുണ്ടോ? ലേവ്യ പുസ്തകത്തിൽ ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യം ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന, ഡിക്ലെയർ ചെയ്യുന്ന, കഷ്ടത്തിലും പ്രയാസത്തിലും നിരാശയിലും ദുഃഖത്തിലും ഇരുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് ആ സൗഖ്യം ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ ഈ 3 പ്രോസസ്സാണ്. അതിൽ 2 വഴിപാടാണുള്ളത്. ഈ 2 വഴിപാട് പൂർത്തീകരിക്കപ്പെടണം. അതിൻ്റെ 1-ാമത്തെ വഴിപാടിൻ്റെ സാക്ഷ്യം ജലമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് വിളിച്ചു പറയുന്നു, സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്: ജലം, രക്തം, ആത്മാവ്. ഇവിടെ ജലം സാക്ഷ്യം പറയുന്നു, ഹീസ് മൈ സൺ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എന്നെ ജലത്തിൽ സാക്ഷിച്ചിരിക്കുന്നു, ഇവൻ എന്നോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട്
അവൻ്റെ പഴയ മനുഷ്യനെ അതിൻ്റെ സകല ശാപക്കറകളോടും കൂടി മാലിന്യങ്ങളോടും കൂടി അവൻ ഉരിഞ്ഞു കളഞ്ഞിട്ട് അവൻ പുതിയ മനുഷ്യനായി ജീവനുള്ള പക്ഷിയായി വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം, ജലത്തിൻ്റെ സാക്ഷ്യം. ഉറവെള്ളത്തിൻ്റെ സാക്ഷ്യം പഴയ നിയമത്തിലുണ്ടെങ്കിൽ ഇവിടെ പുതിയ നിയമത്തിലും നിന്നെക്കുറിച്ച് ജലം സാക്ഷ്യം പറയണം. അതുകൊണ്ടാണ് കർത്താവ് അമ്മേൻ ഈ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അത് പൂർത്തീകരിക്കാനാണ് കർത്താവ്. അതുകൊണ്ടാണ് കർത്താവായ യേശു അപ്പച്ചൻ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനോ പരിശുദ്ധാത്മാവിൽ ജന്മം കൊണ്ട നിനക്ക് ഈ ജലത്തിൻ്റെ സാക്ഷ്യം ആവശ്യമില്ല. കർത്താവ് പറഞ്ഞു, നോ യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്കുക, എങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. പിന്നീട് താഴോട്ട് വരുമ്പോൾ രണ്ടാമതൊരു വഴിപാട് അവിടെ വീണ്ടും കഴിക്കുകയാണ്. ആ രണ്ടാമത്തെ വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 10-ാം വാക്യം നിങ്ങളിത് ശ്രദ്ധയോടുകൂടെ 14-ാം അധ്യായം 1 മുതൽ 20 വരെ വായിക്കുക. ഞാൻ ഈ വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് ശേഷം അപ്പം നിങ്ങൾക്ക് ആ വചനം നിങ്ങളുടെ മേൽ വെളിപ്പെടും. രണ്ടാമത്തെ ഇത് 8-ാം ദിവസം ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 1 പെൺകുഞ്ഞാടിനെയും ഭോജനയാവട്ടെ എണ്ണ ചേർത്ത് 3 അടങ്ങ് നേഴിയമാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരണം. പുരോഹിതൻ ആൺകുഞ്ഞാടിൽ ഒന്നേ എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. രണ്ടാമത്തെ വഴിപാട് അകൃത്യയാഗമാണ്. ഒന്നാമത്തെ വഴിപാടിന് വെള്ളം സാക്ഷ്യം പറഞ്ഞുവെങ്കിൽ രണ്ടാമത്തെ വഴിപാട് പുതിയ നിയമത്തിൽ പറയുകയാണ്, ഒരുവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ആ 3 പേരുടെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഹല്ലേലൂയ. ആ 3 പേരുടെയും സാക്ഷ്യമാണ് കർത്താവായ യേശു ക്രിസ്തു. ആദ്യത്തെ ജലത്തിൻ്റെ സാക്ഷി ഇവിടെ കഴിഞ്ഞു. പഴയ നിയമത്തിൽ അത് മാതൃകയാണെങ്കിൽ പുതിയ നിയമത്തിൽ വെള്ളത്താലുള്ള വീണ്ടും ജനനം റിയലായിട്ട് നീ ചെയ്യണം. രണ്ടാമത്തേത് അകൃത്യയാഗം. ആ യാഗത്തിന് സാക്ഷ്യം പറയുന്നതാണ് രക്തം. ഈ ആടിനെ എടുത്തിട്ട് ആൺകുഞ്ഞാടിനെ എടുത്തിട്ട് അകൃത്യയാഗമായി അർപ്പിച്ചിട്ട് പുരോഹിതൻ ചെയ്യുന്ന കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ 18-ാം വാക്യം പുരോഹിതൻ്റെ 14-ാം വാക്യം പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറേ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരലിന്മേലും ഇടത് കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടണം. അകൃത്യയാഗം ഈ രക്തം ഇവൻ്റെ മേൽ തളിക്കുകയാണ്. യാഗപീഠത്തിന്മേൽ അത് തളിക്കുന്നുണ്ട്. എടുത്ത് ശുദ്ധീകരണം കഴിയുന്ന വലതുകാലം വിളം കൈയിൽ, പിന്നെ അവസാനം പെരുവിരലിന്മേൽ പുരട്ടണം. ഈ അകൃത്യയാഗം പുതിയ നിയമത്തിൽ ഏതാണ്? ഈ അകൃത്യയാഗം പ്രിയപ്പെട്ടവരെ, ആ അകൃത്യയാഗമാണ് കാൽവറി കുരിശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അകൃത്യയാഗം. ഈ അകൃത്യയാഗം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ അകൃത്യയാഗത്തിൻ്റെ മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു വചനത്തിൽ കൂടെ പറയുന്നത്, ഞാൻ ജീവനുള്ള അപ്പമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവനില്ല. ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ അകൃത്യയാഗം പഴയ നിയമത്തിൽ ആ സൗഖ്യമായവൻ്റെ മേൽ ഈ രക്തം തളിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ അതിൻ്റെ മാതൃകയല്ല, അതിൻ്റെ റിയാലിറ്റിയാണ് തിരുമേശ. ആ തിരുശരീരവും തിരുരക്തവും നമുക്ക് തന്നു കർത്താവായ യേശു ക്രിസ്തു. ഈ തിരുരക്തവും തിരുമേശയും കർത്താവ് നമുക്ക് തന്നു. ഈ തളിക്കപ്പെടുകയല്ല, ആ രക്തം നമ്മൾ പാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ രക്തവും കർത്താവായ യേശുവിൻ്റെ ശരീരവും രക്തവുമായി ഒന്നായി ചേരുക. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ മേശയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈക്രമെൻറ്റ് ഇൻ എ ചർച്ച്. ഒരു വിശുദ്ധ മേശ അനുഷ്ഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് സഭയിലും സാക്ഷ്യമല്ല, എക്സാമ്പിൾസ് അല്ല, കഥകളല്ല പറയേണ്ടത്. അതേത് സഭയായിക്കൊള്ളട്ടെ, എ ഓർ ബി, ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അകൃത്യ ശാപക്കറകളെ മായ്ച്ചു കളഞ്ഞതിൻ്റെ മാതൃകയല്ല, അതിൻ്റെ റിയാലിറ്റി ആയിട്ട് നമുക്ക് തന്നിട്ട് പോയിരിക്കുന്ന അവൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന വിശുദ്ധ മേശയുടെ ശുശ്രൂഷ ഒരു സഭയിൽ, ഒരു പള്ളിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് സംസാരിക്കേണ്ടത് ഈ വിശുദ്ധ മേശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ
വചനമാണ്. അത് ഓരോ പ്രാവശ്യവും അത് 365 ദിവസവും സംസാരിക്കേണ്ട ദൈവത്തിൻ്റെ വചനമാണ്. അതല്ലാതെ ആ തിരുമേശയെക്കുറിച്ചല്ലാതെ വേറൊരു വചനവും ആ സമയത്ത് സംസാരിക്കരുത്. ബിക്കോസ് ആ തിരുവചനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതമേറിയതും ഏറ്റവും മഹത്വമേറിയ ശുശ്രൂഷയാണ് ആ സംഭവിക്കുന്നത്. അതിൻ്റെ മഹത്വം എവിടാന്ന് യെശയ്യാവ് 53-ാം അധ്യായത്തിൽ കൂടെ വെളിപ്പെടുത്തിയത്, വചനമായിട്ട് വെളിപ്പെടുത്തിയത് എൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ആ വീഡിയോയിൽ കിടപ്പുണ്ട്. പള്ളിയിൽ ഞാൻ പ്രസംഗിച്ച ആ വീഡിയോയിൽ കിടപ്പുണ്ട്. നിൻ്റെ സകല ശരീര രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ശുശ്രൂഷ, കുഷ്ഠരോഗിയുടെ കുഷ്ഠത്തെ മാറ്റിയ ശുശ്രൂഷയാണ് ആ കാൽവരി തിരുമേശയുടെ ശുശ്രൂഷ. നിൻ്റെ സകല രോഗത്തെയും മാറ്റി, നിൻ്റെ സകല ബലഹീനതയും മാറ്റി. അതാണ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ 40 സംവത്സരം അവർ ആ മരുഭൂമിയിൽ കൂടെ നടന്നുവെങ്കിലും അവരിൽ ഒരുത്തനും ബലഹീനമായി ഇല്ലാതെ ഇരുന്നതിന് ഒരു ഗോത്രത്തിൽ ഒരുത്തനും ബലഹീനനുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഈ ശുശ്രൂഷയാണ്. കാട്ടുളപ്പടിമേലും കുറിയപ്പടിമേലും രക്തം പുരട്ടിയ ശുശ്രൂഷ. എന്നിട്ട് ആ മാംസം ചുട്ടും തിന്ന് ബാക്കി വെക്കാതെ ആ മാംസം ഭക്ഷിച്ച ശുശ്രൂഷയുടെ ഫലമാണ് സാക്ഷാൽ നിൻ്റെ രോഗങ്ങളെ അവൻ വഹിച്ചു. നിൻ്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി. എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും, എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു മരിക്കുന്നു. എൻ്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്. അത് ദൈവവചനത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പള്ളിയിൽ, ഒരു സഭയിൽ നടക്കുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന ശുശ്രൂഷ. ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈക്രമെന്റ് ടു ബി എവർ കണ്ടക്റ്റഡ് ഇൻ എ ചർച്ച്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ യെശയ്യാവ് 53-ൽ ഞാൻ പ്രസംഗിച്ചത് വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. നിൻ്റെ രോഗം മാത്രമല്ല സൗഖ്യമായത്, നിൻ്റെ ബലഹീനത മാത്രമല്ല സൗഖ്യമായത്, നിന്നെ അവൻ മഹാസമ്പന്നനാക്കി തീർത്തു. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സമ്പത്ത് നിനക്ക് ലഭിച്ചു. 3 അമേൻ. എന്ത് സംഭവിച്ചു? നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ റിസ്റ്റോർ ചെയ്തു. ഞാനത് വിശദമായി പറയുന്നുണ്ടെങ്കിലും ഈ വഴിപാടിൻ്റെ തേജസ്സിൻ്റെ മഹത്വം ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് വിളിച്ചു പറയുക. ആ ശുശ്രൂഷ നിങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ കൊള്ള കിട്ടിയതുപോലെ നിനക്ക് റിസ്റ്റോർ ചെയ്തു. കൊള്ളയെന്ന് പറഞ്ഞാൽ there was a war, ഒരു യുദ്ധം. ആ യുദ്ധം കാൽവറിയിൽ നിൻ്റെ കർത്താവായ യേശുവപ്പച്ചൻ നിനക്ക് വേണ്ടി ജയിച്ചു. ആ ജയിച്ചതിൻ്റെ പ്രതിഫലമാണ് ആ കൊള്ളയായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ 35 വർഷം ഞാൻ ജീവിച്ച് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവൻ റെസ്റ്റോർ ചെയ്യുന്ന ആ പ്രോസസ്സാണ് ആ വഴിപാട്. ആമേൻ. അത് ഇയ്യോബിന് റെസ്റ്റോർ ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായി പകരം കൊടുത്തു. അത് യോസഫിന് കൊടുത്തു, അത് അബ്രഹാമിന് കൊടുത്തു. ഈ ശുശ്രൂഷയിൽ പങ്കുകാരനാണ് അബ്രഹാമിനത് കൊടുത്തു. അപ്പവും വീഞ്ഞു അവൻ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ തേജസ്സിൻ്റെ മഹത്വം പള്ളികളിലും സഭകളിലും വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബലഹീനരാകുവാനല്ല, രോഗിയാകുവാനല്ല, മരിച്ചു പോകുവാനല്ല. ആ സ്വന്തം ശരീരത്തെ പ്രോപ്പറായിട്ട് വിവേചിക്കാഞ്ഞാൽ, സ്വന്തം ശരീരം, എൻ്റെ ശരീരം, ഈ തിരുശരീരവും തിരുരക്തവും എടുക്കുമ്പോൾ ഞാൻ വിവേചിച്ചില്ലെങ്കിൽ ഞാൻ ബലഹീനനായിത്തീരുന്നു, ഞാൻ രോഗിയായിത്തീരുന്നു, പലരും മരിച്ചു പോകുന്നു. ഈ ശുശ്രൂഷയുടെ മഹത്വം വിളിച്ചു പറയാത്ത എത്രയോ ശുശ്രൂഷകൾ ഈ ലോകത്തിൽ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വഴിപാടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ആ അകൃത്യയാഗം. എന്നിട്ട് യെശയ്യാവ് 53-ൽ ഈ അകൃത്യയാഗത്തിൽ കൂടെ നീ കഴിക്കുന്ന തിരുശരീരത്തിലും തിരുരക്തത്തിലും കൂടെ നിനക്ക് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു റിവാർഡാണ്. ആമേൻ. അവിടെ പറയുകയാണ്, അവൻ മഹാന്മാരോടുകൂടെ ഓഹരി പങ്കിട്ടു. ഹല്ലേലൂയ. ഈ തിരുശരീരവും തിരുരക്തവും ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീ അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സകല സമ്പത്തിനും നീ അവകാശിയാക്കി, ക്രിസ്തുവിനോടുകൂടെ നിന്നെ കൂട്ടവകാശിയാക്കി തീർത്തു. ഈ ശുശ്രൂഷയുടെ മഹത്വം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതിന് 2ാം ഭാഗം, ആ വഴിപാടിൻ്റെ 2ാം ഭാഗമാണ്. എന്നാൽ ഇനി ഒരു 3ാം ഭാഗമുണ്ട്. ആ 3ാം ഭാഗത്തിന് ആമേൻ പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ 1ാം ഭാഗം ജലത്താൽ സാക്ഷിക്കപ്പെട്ടു. ഈ കാൽവറി കുരിശിൽ നീ ആ വിശുദ്ധ മേശയിൽ പങ്കെടുക്കുമ്പോൾ 2ാം ഭാഗം രക്തത്താൽ സാക്ഷ്യം പറഞ്ഞു. ഇനി 3ാമത് ഒരുവനോടുണ്ട്, നിനക്ക് സാക്ഷ്യം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടവൻ. ആദ്യത്തെ 2 ഭാഗങ്ങളിൽ ഈ സാക്ഷ്യം നീയാ ചെയ്യേണ്ടത്, നീയാ ഏറ്റെടുക്കേണ്ടത്.
ജലത്തിലുള്ള സാക്ഷ്യം നീയാണ് ഏറ്റെടുക്കേണ്ടത്. രക്തത്താലുള്ള സാക്ഷ്യം നീയാണ് ആ വിശുദ്ധ മേശയിൽ നീ പങ്കുകാരനാകേണ്ടത്. വിശുദ്ധ മേശയിൽ നിന്ന് ഒഴിവായി നിൽക്കല്ലേ ലോകത്തിലേക്കും നിത്യതയിലേക്കും ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും അനുഗ്രഹത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കല്ലേ വിശുദ്ധ കുർബാനയിൽ നിന്ന്. ആമേൻ. ആ അനുഗ്രഹം നീ പ്രാപിക്കുമ്പോൾ ആമേൻ ഇത് രണ്ടും നീ ചെയ്യേണ്ടത്. നിൻ്റെ പാർട്ട്, ഇറ്റ്സ് യുവർ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് നിൻ്റേതല്ല പൊന്നുമക്കളെ. അവിടെ ആ പുരോഹിതൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്, 2 വഴിപാട്. പിന്നെ മൂന്നാമതൊരു ശുശ്രൂഷയുടെ ആ പുരോഹിതൻ ഈ ലേവ്യ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ എന്താണെന്നറിയാമോ? അത് ഞാൻ വായിക്കാം. പുരോഹിതൻ ഇടങ്കയിൽ ഉള്ള പെരുവിരലിന്മേലും പുരട്ടണം. ഈ അകൃത്യ യാഗം കഴിഞ്ഞ് ആ രക്തമെടുത്ത് ഈ മനുഷ്യൻ്റെ സൗഖ്യമായ മനുഷ്യൻ്റെ മേൽ പുരട്ടിയിട്ട് അടുത്ത് ചെയ്യുന്ന 2 വഴിപാട് കഴിഞ്ഞു. ഒന്ന് ജലം, ഒന്ന് രക്തം. മൂന്നാമതൊരു വഴിപാടുണ്ട്. മൂന്നാമത്തെ വഴിപാടാണ് ആത്മാവെന്ന വഴിപാട്. ആത്മാവിൻ്റെ വഴിപാട്. പക്ഷേ ആത്മാവിൻ്റെ വഴിപാടിൽ നിനക്ക് യാതൊരു അതിനെ വഴിപാടെന്ന് ഞാൻ പറയുന്നില്ല, നിനക്ക് യാതൊരു റൂളുമില്ല. ആത്മപകർച്ചയിൽ നിനക്കൊരു റൂളുമില്ല. നീ ആദ്യത്തെ 2 കാര്യങ്ങൾ നീ ചെയ്തെങ്കിലേ മൂന്നാമത്തേതിന് നിൻ്റെ മേൽ അതിന് വിരുദ്ധമായിട്ടും ഈ വചനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പൗലോസിൻ്റെ മേൽ അങ്ങനെയാണ് പറഞ്ഞത്. ഈ വഴിപാടുകൾ ജലവും രക്തവും ഒന്നും നടക്കാതെ വണ്ണം പൗലോസിൻ്റെ മേൽ ഇത് പകരപ്പെട്ടു. അതുപോലെ തന്നെ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നവരുടെ മേലും ജലത്തിൻ്റെ സാക്ഷ്യമില്ലാതിരുന്നിട്ട് പോലും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകർന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളോട് പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഇതില്ലാതെയും ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവനൊരു സമയം മതി. ക്രൂശിൽ വെച്ച കള്ളൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടവനാണ്. ആമേൻ. ഒരു പ്രവൃത്തിയുമില്ല, ഒരു ജലത്തിലുമുള്ള വഴിപാടില്ല. ആമേൻ. അകൃത്യയാഗത്തിലും അവനോടുകൂടെ പങ്കുകാരനായി അവൻ്റെ അകൃത്യയാഗത്തിൽ ആമേൻ ക്രൂശിൽ വെച്ച കള്ളനെയും രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി എങ്ങനെ നിൻ്റെ മേൽ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ഈ ആദ്യത്തെ 2 കാര്യം നീ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തേത് നിനക്കൊരു റോളുമില്ല. നിനക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു റോള് മാത്രമേ ഉള്ളൂ. ഇറ്റ് കംസ് ഫ്രം എബവ്. അത് സ്വർഗത്തിൽ നിന്ന് നിൻ്റെ മേൽ പകരപ്പെടുന്നതാണ്. ആ പകരപ്പെടുന്ന സ്വർഗത്തിൽ നിന്ന് പകരപ്പെടുന്ന ആ വഴിപാട് അല്ലെങ്കിൽ ആ യാഗത്തിൻ്റെ റിസൾട്ട്, ആ തേജസ്സിൻ്റെ മഹത്വത്തോടു കൂടിയേ ഈ വഴിപാട് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ മേൽ പൂർണ്ണമാകുകയുള്ളൂ. ആ വഴിപാടിന് ആ പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ കാലിൻ്റെ പെരുവിരലിന്മേൽ ഈ രക്തം പുരട്ടണം. പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറേ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. വലം കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളം കൈയിൽ ശേഷിച്ച എണ്ണ കുറേ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരൽമേലും വലത് കാലിൻ്റെ പെരുവിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തത്തിൻ്റെ മീതെ പുരട്ടണം. ഇതെവിടാണെന്നറിയാമോ? ഈ എണ്ണ പുരട്ടേണ്ടത് ഈ രക്തത്തിൻ്റെ മുകളിലാണ്. രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട പാത്രത്തിലാണ് ഈ എണ്ണ പകരപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരപ്പെടാവൂ. രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട ജലവും രക്തവും സാക്ഷ്യം പറയുന്നതിൻ്റെ മേലാണ് ഈ എണ്ണയുടെ പകർച്ച വരേണ്ടത്. അല്ലെങ്കിൽ വീഞ്ഞും പോകും, തുരുത്തിയും നശിച്ചു പോകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ 2 പ്രോസസ്സ് കഴിഞ്ഞ് ഈ ആ രക്തത്തിൻ്റെ മേലാണ് ഈ എണ്ണ പുരോഹിതൻ പുരട്ടുന്നത്. അകൃത്യയാഗത്തിൻ്റെ രക്തത്തിൻ്റെ മേൽ പുരോഹിതൻ എണ്ണ കുറേ പേരും ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരലിന്മേലും വലത് കാലിൻ്റെ പെരുവിരലിന് അകൃത്യയാഗത്തിൻ്റെ രക്തത്തിൻ്റെ മീതെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിൽ ഒഴിച്ച് സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ്റെ തലയിൽ കൂടെ എണ്ണ ഒഴിക്കുക, പകരുക. പ്രിയപ്പെട്ടവരെ, ഇതിന് ശേഷം അതിൻ്റെ 20-ാം വാക്യം ബാക്കിയുള്ള യാഗങ്ങളും ഇവിടെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ വഴിപാട് പൂർണ്ണമാകണമെങ്കിൽ ഈ എണ്ണ തളിക്കപ്പെടണം. നിൻ്റെ ഉച്ചി മുതൽ ഉളങ്കാൽ വരെ ഈ എണ്ണ തളിക്കപ്പെട്ടേ മതിയാവും. അതിൻ്റെ പേരാണ് പഴയ നിയമത്തിലെ അഭിഷേക തൈലം. പുതിയ നിയമത്തിലെ അഭിഷേക തൈലത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ പകരപ്പെട്ടേ മതിയാകുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിലാണ് ഈ വഴിപാട് നിൻ്റെ ഉള്ളിൽ പൂർണ്ണമാകുന്നതും. നിൻ്റെ ജീവിതത്തിൽ യു ആർ ഗോയിങ് ടു ബി ദ മോസ്റ്റ് ബ്ലെസ്ഡ് പേഴ്സൺ ഇൻ ദിസ് ഇയർ. ആവർത്തന പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നിൻ്റെ മേൽ പകരപ്പെടുകയും നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ റിസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ വഴിപാട്.
അത് പഴയ നിയമത്തിൽ കൃത്യമായി യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, യൂസഫിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ റിസ്റ്റോർ ചെയ്ത് കൊടുത്തു. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം വളരെ പെർഫെക്റ്റാണ്, അത് ക്ലിയറാണ്. ഇവിടെ പഴയ നിയമത്തിൽ പൗരോഹിത്യം നിൻ്റെ മേൽ ചെയ്യുന്ന പൗരോഹിത്യത്തിൻ്റെ വഴിപാട്, ആ വഴിപാട് കഴിക്കുന്നത് ഒരു പുരോഹിതനാണ്. എന്നാൽ ഇവിടെയോ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. ഇവിടെ നിനക്ക് വേണ്ടി കർത്തൃത്വം ചെയ്യുന്ന, ഈ വഴിപാടിൻ്റെ മേൽ പ്രസാദിക്കുന്ന, ഈ വഴിപാടിൻ്റെ മേൽ നിൻ്റെ മേൽ എണ്ണ പകരുന്ന ഒരു പുരോഹിതനുണ്ട്. ആ പുരോഹിതൻ്റെ പേരാണ് മഹാപുരോഹിതൻ. അവന് വംശാവലിയില്ല, അവന് മാതാവില്ല, പിതാവില്ല, അവൻ ആരംഭമില്ല, അവസാനമില്ല. അത് അബ്രഹാമിനെ എതിരേറ്റുന്ന ദൈവപുത്രന മൽക്കീസദേക്ക് എന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ ദൈവപുത്രന് തുല്യമായി എന്നേക്കും ഇരിക്കുന്ന മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതനാണ് നിനക്ക് ആ ശുശ്രൂഷ. കാരണം യുദ്ധം ജയിച്ചു, നീ ഒരു യുദ്ധം ജയിച്ചു. നീ ഏത് യുദ്ധമാണ് ജയിച്ചത്? ഈ വഴിപാട് കഴിച്ചപ്പോൾ നീ യുദ്ധം ജയിച്ചു. ആ കാൽവറിയിലെ ഈ ലോകം ഇന്ന് വരെ കണ്ട ഏറ്റവും വലിയ യുദ്ധം നീ ജയിച്ചു. പക്ഷേ ആ യുദ്ധം ചെയ്തത് നീയല്ല, നിനക്ക് വേണ്ടി ആ യുദ്ധം ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തു യുദ്ധം ചെയ്തിട്ട് അബ്രഹാമും നീയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അബ്രഹാം യുദ്ധം ചെയ്ത് അബ്രഹാം ജയിച്ചപ്പോഴാണ് ഈ പുത്രനെ കർത്താവായ യേശുക്രിസ്തു അവനെ എതിരേറ്റിയെന്ന് അവന് അപ്പവും വീഞ്ഞും കൊടുക്കുന്നത്. യുദ്ധം ജയിച്ചതിൻ്റെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ ഈ അപ്പവും വീഞ്ഞും. യുദ്ധം ജയിച്ചതിൻ്റെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുമേശ. അപ്പോൾ അബ്രഹാം യുദ്ധം ജയിച്ചു, അവന് സ്വർഗം നിയമിച്ചാക്കിയ അവന് പ്രതിഫലം കൊടുക്കാൻ ദൈവത്തിൻ്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തു അവനെ എതിരേറ്റിയെന്ന് ഈ അപ്പവും വീഞ്ഞും അവന് കൊടുത്തു. ഇവിടെ നീ അല്ല യുദ്ധം ചെയ്ത പ്രിയപ്പെട്ടവരെ. ആ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് ഒരു നിമിഷം നിനക്ക് ചിന്തിക്കാമോ? നീ ഒന്നും ചെയ്തില്ല, യുദ്ധം ചെയ്ത് അവിടെ അബ്രഹാം യുദ്ധം ചെയ്ത് ജയിച്ചുവെങ്കിൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചു. എന്താ യുദ്ധത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? എന്താ പറയുന്നത്? കൊലോസ്യയിൽ പറയുന്നത്, നിനക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്, അബ്രഹാമിൻ്റെ സമ്പത്തും ലോത്തിനെയും മക്കളെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയവരെ അതിനെ മുഴുവൻ റെസ്റ്റോർ ചെയ്തു അബ്രഹാം ആ യുദ്ധത്തിൽ കൂടെ. അവന് പ്രതിഫലം, അവൻ്റെ കർത്താവായ യേശു അപ്പച്ചൻ അവന് പ്രതിഫലം നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക, അപ്പവും വീഞ്ഞും. ഇവിടെ നീ സകലതും നഷ്ടപ്പെട്ടു. നിൻ്റെ ഔദ്യോഗിക ജീവിതം നഷ്ടപ്പെട്ടു, നിൻ്റെ കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു, നിൻ്റെ മക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടവനായി നീ ഇരിക്കുന്നു. നിനക്കൊരു യുദ്ധം ചെയ്യുവാൻ പോലും ശേഷിയില്ലാതെ വണ്ണം നീ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നിൻ്റെ മക്കളുടെ ജീവിതം എങ്ങും എത്തിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ മക്കളുടെ ജീവിതം എങ്ങും എത്തിയിട്ടില്ല. നീ തൊടുന്നതെല്ലാം പരാജയം. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് ജീവിതം മുഴുവൻ നഷ്ടമേ നിനക്ക് പറയുവാനുള്ളൂ, നഷ്ടത്തിൻ്റെ കഥയെ നിനക്ക് പറയുവാനുള്ളൂ. ഒരിടത്ത് പോലും ജയിക്കുന്നില്ല, തൊടുന്നത് മുഴുവൻ നഷ്ടം. കുടുംബജീവിതം പരാജയം. ആമേൻ, ഹല്ലേലൂയ. മക്കളുടെ കേസ് പരാജയം, നീ എന്താ അധ്വാനം പരാജയം, നിൻ്റെ ഔദ്യോഗിക ജീവിതം, നിൻ്റെ ബിസിനസ് പരാജയം. എന്നാൽ ഇവിടെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുവനുണ്ട്. അവൻ യുദ്ധം ചെയ്തു. മകനെ, നീ ഒന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിക്കുക. കർത്താവല്ല, ഭൂമിയിലെ ഒരു പുരോഹിതനല്ല, അഹരോനല്ല ആ ശുശ്രൂഷ നിനക്ക് വേണ്ടി പൂർത്തീകരിക്കുന്നത്. വംശാവലിയില്ലാത്തവൻ, ആരംഭവും അവസാനവുമില്ലാത്തവൻ, മാതാവില്ലാത്തവൻ, പിതാവില്ലാത്തവൻ, ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ഈ വഴിപാട് നിനക്ക് വേണ്ടി കഴിച്ചു. അവൻ യുദ്ധം ജയിച്ചു. ആ യുദ്ധം ജയിച്ചതിൻ്റെ പ്രതിഫലമായി എഴുതി വച്ചിരിക്കുന്നത്, നിനക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു കളഞ്ഞു. നിന്റെ സകല ശാപ പാപക്കറകളും ആദാം മുതൽ നിന്റെ പിതാക്കന്മാർ മുതൽ ചെയ്തു വെച്ച സകല പ്രവർത്തികളുടെ ശാപ അകൃത്യ പാപക്കറകളും മായ്ച്ചു കളഞ്ഞെന്ന്. ഇറ്റ് ഈസ് എറേസ്ഡ്. ഇനി കാണാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഒരു പാപം നീ ചെയ്തുവെന്ന് നീ കാണാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ നീ മറക്കത്തില്ലൊന്നും. നിനക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എന്നാ? ആണ്ടും തീയതിയും മാസവും നിമിഷവും വെച്ച് ഓർത്ത് വെക്കുക. വേറൊരു വ്യക്തി നിനക്കെതിരെ ദോഷം ചെയ്ത് എന്ന് പറയാൻ നിൻ്റെ ശത്രു, അത് നീ ഓർത്ത് വെക്കുക നിനക്കെതിരെ. എന്നിട്ട് നീ അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിൻ്റെ കർത്താവ് ഇത് മറന്നു കളഞ്ഞു. ഇറ്റ്സ് എറേസ്. നിൻ്റെ പാപങ്ങളും മറന്നു കളഞ്ഞു. അവനിനി അത് ഓർക്കുകയുമില്ല. ഇതാ പഴയത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു, പഴയത് കഴിഞ്ഞു പോയി. എന്നിട്ട് നിനക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ അവൻ്റെ ശരീരത്തിൽ തറച്ച്
നിന്റെ നടുവിൽ നിന്ന്. ആരുടെ നടുവിൽ നിന്ന്? ഭൂമിയിൽ നിന്നല്ല, വാക്യത്തിൽ നിന്നല്ല. നിന്റെ ശരീര പ്രാണ ആത്മദേഹികളിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിനക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന സകല കയ്യെഴുത്തും നീക്കിക്കളഞ്ഞു. നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ നിന്റെ ആത്മാവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നിട്ട് അതുമാത്രമോ, നിനക്ക് വിരോധം എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടി ഇൻ ക്രൈസ്റ്റ്. ആര്? നീ ജയിച്ചെന്ന്. അതെങ്ങനെ നീ ജയിച്ചെന്ന് പറയാം? നീ ഒന്നും ചെയ്തില്ലല്ലോ. നീ വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കും. നിൻ്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന പ്രയാസം നിനക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. നിൻ്റെ ജീവനെ തന്നെ എടുത്തു കളയുന്ന, താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളിൽ കൂടെ എന്നെ കേൾക്കുന്നവരിൽ പലരും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു നിമിഷം വിശ്വസിക്ക്. നിൻ്റെ ഈ പ്രയാസങ്ങൾ അവനേറ്റെടുത്തു. അവൻ നിൻ്റെ സകല അകൃത്യ ശാപക്കറകളും മായ്ച്ചു കളഞ്ഞു. നിനക്ക് പ്രതികൂലവും വിരോധവും സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടി. ആര് ജയിച്ചു? ഫലത്തിൽ നീ ജയിച്ചു. ഷിബു ജയിച്ചു. മകളെ നീ ജയിച്ചു. ഷിബു ജയിച്ചു. അതെങ്ങനെയാ ജയിച്ചത്? കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ജയിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പ്രതിഫലമോ? യുദ്ധം ജയിച്ചവനാ പ്രിയപ്പെട്ടവരെ പ്രതിഫലം കൊടുക്കേണ്ടത്. ഹീ ഷുഡ് ബി ഗിവൻ ദ റിവാർഡ്. ഇവിടോ എൻ്റെ യേശുവപ്പച്ചൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വർണ്ണിപ്പാൻ വാക്കുകളില്ല. നീ യുദ്ധം ചെയ്തോ? ചെയ്തില്ല. നീ നിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല പ്രവൃത്തി പോലും നീ ചെയ്തില്ല. നിൻ്റെ ശത്രുവിനെ നീ സ്നേഹിച്ചോ? നിൻ്റെ ശത്രുവിന് വിശന്നപ്പോൾ നീ അവന് തിന്മാൻ കൊടുത്തോ? ഇല്ല. ഇരട്ടി ബലത്തോടെ നിൻ്റെ ശത്രുവിനെ നീ എതിർത്തു. പിന്നെ എന്ത് യുദ്ധമാണ് നീ ചെയ്തത്? നീ ഒരു യുദ്ധവും ചെയ്തില്ല. പക്ഷേ നിൻ്റെ പ്രയാസം കണ്ടിട്ട് എനിക്ക് നിന്നോട് കരുണ തോന്നി. ഞാൻ അതുവഴി കടന്നു വന്നപ്പോൾ നീ നഗ്നനായിരുന്നു, നീ മുറിവേറ്റവളായി കിടക്കുകയായിരുന്നു. എനിക്ക് നിന്നോട് കരുണ തോന്നി. എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് ഞാൻ നിൻ്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നിൻ്റെ ദേഹത്ത് ആദ്യം ഒരു കോട്ടൺ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു. എന്നിട്ട് വിശേഷതയേറിയ പട്ട് ഞാൻ നിന്നെ പൊതിഞ്ഞു. ഞാൻ നിന്നെ കുളിപ്പിച്ചു, ശുദ്ധിയാക്കി, എണ്ണ പുരട്ടി കഴുകിയെന്നാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്. ഞാൻ നിന്നെ കുളിപ്പിച്ചു, നിൻ്റെ രക്തം മുഴുവനും കഴുകിക്കളഞ്ഞു. ദുഷ്ടപിശാചിനാൽ നീ ബന്ധിക്കപ്പെട്ടിരുന്ന സകല ബന്ധനങ്ങളും നിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി, രക്തം മുഴുവൻ കഴുകിക്കളഞ്ഞു. എന്നിട്ട് നിന്നെ ഞാൻ നല്ല സുഗന്ധം, അന്നത്തെ എല്ലാ സുഗന്ധവും ഞാൻ നിൻ്റെ മേൽ പുരട്ടി. നിന്നെ നല്ല വസ്ത്രം ധരിപ്പിച്ചു, പട്ടുവസ്ത്രം ധരിച്ചു. എന്നിട്ട് അതിൻ്റെ മേൽ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു. നിൻ്റെ കാലിൽ തഹശുതോൽ കൊണ്ടുള്ള ചെരുപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ തലമേൽ ഞാൻ നല്ല 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 കിരീടം വെച്ചു. നീ നല്ല മൂക്കുത്തിയും പൊന്നും വളയും അണിഞ്ഞു. നേരിയ മാവും, ദ ബെസ്റ്റ് ഫുഡ്, നേരിയ മാവും എണ്ണയും കൊണ്ട് നീ ഉപജീവിക്കാൻ തുടങ്ങി. നീ വളർന്നു വലുതായി, നിൻ്റെ കീർത്തി ദേശത്തൊക്കെയും പകർന്നു. എന്തായി സംഭവിച്ചെന്നറിയാം? ആ കാൽവരി കുരിശിൽ ആ കർത്താവ് നിന്നെ രക്ഷിച്ചു. നീ വെളിമ്പ്രദേശത്ത് കിടക്കുകയായിരുന്നു, നിനക്ക് വസ്ത്രമില്ല. നിൻ്റെ നഗ്നത ഞാൻ മറച്ചു. എൻ്റെ വസ്ത്രം നിൻ്റെ മേൽ മരിച്ച് അമ്മയും നിൻ്റെ നഗ്നത ഏദൻ തോട്ടത്തിലെ പോലെ നിൻ്റെ നഗ്നത ഞാൻ മറച്ചു. നിന്നെ ഞാൻ റിസ്റ്റോർ ചെയ്തു. യോബിനെ പോലെ നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു ലഭിച്ചു. എപ്പോൾ? ഈ വഴിപാട് പൂർണ്ണമായപ്പോൾ, ആ എണ്ണ നിൻ്റെ മേൽ പകരപ്പെട്ടപ്പോൾ. ആ എണ്ണ, ഈ വഴിപാട് ഈ വഴിപാട്, ഈ അവസാന ഭാഗത്തെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ആമേൻ. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. കാരണം പലരും പറയാറുണ്ട്, ഒരു മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ എണ്ണ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അടുത്തത് രണ്ടാമത്തെ വീഡിയോയിൽ ഇടാമെന്ന് ഞാൻ വിചാരിക്കുക. 33 മിനിറ്റായി. ആമീൻ, സ്തോത്രം. ഈ വഴിപാട് പൂർത്തീകരിക്കുമ്പോൾ ഈ എണ്ണ നിൻ്റെ മേൽ തളിക്കപ്പെടണം. ആ എണ്ണയെക്കുറിച്ചാണ് പുതിയ നിയമം മുഴുവൻ പറയുന്നത്. ആ എണ്ണയെക്കുറിച്ച് പുതിയ നിയമം എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കാൻ പറ്റുകയല്ലോ പ്രിയപ്പെട്ടവരെ. ആമീൻ. ഈ വചനം നിങ്ങൾ കേൾക്കണം. രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, പഴയ നിയമത്തിലെ അതേ വഴിപാട്, ലേവ്യ 1 മുതൽ 20 വരെയുള്ള അതേ വഴിപാട്, 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള അതേ വഴിപാട്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ എൻ്റെ കർത്താവായ യേശുവപ്പച്ചൻ ഹി അക്കംപ്ലിഷ്ഡ്, ഹി ഫുൾഫിൽഡ്. യെസ്, ആ വഴിപാട് പൂർത്തിയാക്കി കർത്താവ്. ആ വഴിപാട് നീ പൂർത്തിയാക്കിയാലുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിടുതൽ,
അതിൻ്റെ അനുഗ്രഹം വലുതാ വലുതാ വലുതാ. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പ്രസംഗിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഈ വഴിപാട് പൂർത്തീകരിക്കപ്പെട്ട് 89 ഡിസംബർ 17 എൻ്റെ മേൽ വീണ മുട്ടുസൂചിയുടെ അറ്റം പോലെ വീണ ഒരു ചിരി ആ അഗ്നി എൻ്റെ മേൽ പകരപ്പെട്ടപ്പോൾ എനിക്ക് വർണ്ണിപ്പാൻ പറ്റിയില്ല അതിൻ്റെ അനുഗ്രഹത്തെ, അതിൻ്റെ സമാധാനത്തെ, അതിൻ്റെ സന്തോഷത്തെ, അതിൻ്റെ തേജസ്സിനെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ഈ വഴിപാട് പൂർത്തീകരിച്ച് ഈ നന്മ ദോഷികളായ ആ നന്മയെക്കുറിച്ച് ഞാൻ പറയുക ദൈവവചനത്തിൽ കൂടെ. ദോഷികളായ നിങ്ങൾ, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പ് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ആ നന്മയെക്കുറിച്ച്, ആ എണ്ണയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വഴിപാടിനെക്കുറിച്ച് കേട്ട നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോ കാരണം അതെനിക്ക് പകർന്നു തന്നതാണ്. എത്രയും പെട്ടെന്ന്, ഒരുപക്ഷെ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ വചനം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളെ ഓരോരുത്തരെയും മുദ്രയിട്ട് സൂക്ഷിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ആമേൻ.